കൂട്ടം തെറ്റിപ്പോയ ഒരൊറ്റയാന്റെ കഥയാണ് ഇന്ന് പറയാൻ പോണത്. പൊതുമധ്യത്തിൽ അപമാനിതനായ അവഗണിക്കപ്പെട്ട ഒരൊറ്റയാന്റെ കഥ. LDF നേരെ പോയി ഇനി എന്റെ എല്ലാ സപ്പോർട്ടും UDF-നായിരിക്കുന്നൊക്കെ മാസമായിട്ട് അൻവറേട്ടൻ പറഞ്ഞപ്പോ വിചാരിച്ചു ഇനി അങ്ങോട്ട് അൻവറേട്ടന്റെ ആറാട്ടായിരിക്കുന്നു. നെഹി വാരിക്കുഴിയിൽ വീണുപോയ ഒറ്റയാന്റെ തുടക്കമായിരുന്നു അത്. എന്റെ പാർട്ടി UDF നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ്. അൻവറേട്ടന്റെ കണ്ണീരിൽ ചവിട്ടി നിന്നിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഷോ. ഒരു 100 തവണ പറഞ്ഞതല്ലേ ഞങ്ങളുടെ അൻവറേട്ടൻ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയാക്കരുത്, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന്. എന്നിട്ട് എന്തായി? മാത്രല്ല VS ജോയിനെ സ്ഥാനാർത്ഥിയാക്കാൻ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ അൻവറേട്ടന്റെ ആ സജഷന് ഒരു പുല്ല് വില തന്നോ നിങ്ങള്? അല്ല, കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം. ശരി, ഏകകണ്ഠായി പറഞ്ഞ പേരാണോ ആര്യാടൻ ഷൗക്കത്തിന്റെ? അപ്പൊ ഞങ്ങളുടെ അൻവറേട്ടന് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? UDF-ലേക്ക് ഇന്ന് പ്രവേശിപ്പിക്കുക, നാളെ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ ആ പാവത്തിന് ആശ കൊടുത്തതും പോരാഞ്ഞിട്ട് അൻവറേട്ടൻ പറയുന്ന ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെവി കൊടുത്തിട്ടുണ്ടോ സതീശേട്ടാ? വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക. ഇപ്പൊ അൻവറേട്ടന്റെ പേര് കേൾക്കുമ്പോ പോലും ഒഴിഞ്ഞു മാറാണല്ലേ സതീശേട്ടാ? LDF-ന്ന് ഇറങ്ങി പോന്നതിന് ശേഷം എന്റെ നിരുപാധിക പിന്തുണ UDF-ന് എന്നല്ലാണ്ട് ആ പാവത്തിന്റെ നാവിന്ന് വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഞങ്ങളുടെ അൻവറേട്ടന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ സതീശേട്ടാ. ഒരു പാഴ്മോഹന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നില്ലേ? കരച്ചിലിന്റെ സീനൊക്കെ തീർന്നു. ഇനി ഞങ്ങളുടെ അൻവറേട്ടൻ തനി സ്വരൂപം പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അല്ല പിന്നെ വേണ്ടെന്ന് വിചാരിക്കുമ്പോ എല്ലാം കൂടെ തലകറി നിരങ്ങുക. പിണറായി സത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? നിങ്ങൾ ഷൗക്കത്തിന്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടക്ക് CPM-നെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഒരു വരി എഴുതിയതായിട്ട് കാണാൻ പറ്റുമോ? കാര്യം UDF ഏത് ചെകുത്താനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും ഞങ്ങളുടെ അൻവറേട്ടൻ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്തിന് ഞങ്ങളുടെ അൻവറേട്ടന് കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ട് UDF-ന് എത്ര കളം കണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ അൻവറേട്ടൻ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? പിണറായി സഹിക്കാൻ വയ്യാണ്ട് PV അൻവർ UDF-ലേക്ക് ഓടി വന്നത് കണ്ട. ആകെ മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ UDF-ലേ ഉള്ളൂ എന്നൊക്കെ ഡയലോഗ് അടിച്ച ആൾക്കാരൊക്കെ എന്തേ? നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ നിങ്ങൾക്ക് സപ്പോർട്ട് തന്ന ആള് തന്നെ ഏറി കയറ്റണത് കാണണ്ടല്ലോ അല്ലേ? ഈ സാധനം ഇത്ര കുരുത്തങ്കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അതാ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ കിടന്ന് വിങ്ങണ ഒരാളുണ്ട്. പുള്ളീനെ നിങ്ങൾ ആരും കാണാണ്ട് പോരുതിട്ടാ. നമ്മുടെ VS ജോയി മൂപ്പർക്ക് ആവശ്യമില്ലാത്ത ആശ കൊടുത്ത് സ്വപ്നം കാണിപ്പിച്ചിട്ട് സമാധാനമായി അൻവറേട്ടാ നിങ്ങൾക്ക്. ആ വിഷയങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങളും അല്ലറ ചില്ലറ സൗന്ദര്യപ്പണക്കങ്ങൾക്കിടയിൽ അതൊക്കെ UDF-ന്റെ നേതാക്കന്മാർ നേതൃത്വം ഇടപെട്ട് അതിനൊക്കെ കരുത്തുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അത് ഇടപെട്ട് പരിഹരിക്കും. എനിക്കൊരു വിഷമമില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി നേരെ പോയിട്ട് ലീഗ് നേതാക്കളെ കാണാം. എന്നിട്ട് അവിടെ കുറച്ച് ആളും ബഹളം ഉണ്ടാക്കാം. അതാണല്ലോ ഇപ്പൊ അൻവറേട്ടന്റെ ഒരു ഹോബി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. LDF-ന്ന് പിണങ്ങി നേരെ UDF-ലേക്ക് പോയി. ശിഷ്ട ജീവിതം UDF-ലായിരിക്കുന്നു പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇലക്ഷൻ വന്നപ്പോ നേരെ സ്വഭാവം തിരിഞ്ഞു. ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇപ്പൊ ലീഗിൽ പോയിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല അൻവറേട്ട അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്, ശരിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ആര്യാടൻ ഷൗക്കത്തിന് എന്തുകൊണ്ടാണ് PV അൻവർ അംഗീകരിക്കാത്തതെന്ന് ചോദിക്കുന്നവരോടാണ്. ഷൗക്കത്തെ മറുകണ്ഠം ചാടാൻ നോക്കിയ ആളാണ്. അതുകൊണ്ട് അൻവറേട്ടന് തീരെ ഇഷ്ടമില്ലാത്തത്ര. ബെസ്റ്റ് ആരായി പറയണത്? PV അൻവർ അല്ലേ? അപ്പോ ആര്യാടൻ ഷൗക്കത്തിന്റെ മറുകണ്ഠം ചാടാൻ നോക്കിയ ആ കാര്യം തുറന്നു പറയാൻ കാണിച്ച അമ്പൂക്കയുടെ മനസ്സും മാസമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങായിട്ടുണ്ട്.